സിനിമയ്ക്ക് ഡബിങ് ആർട്ടിസ്റ്റുകളെ വേണ്ടാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാം സിംഗ് സൗണ്ടിലേക്ക് പോകുന്നു, പിന്നെ ആർട്ടിസ്റ്റുകൾ ഡബ് ചെയ്യുന്നു, ഓൺ വോയിസുകൾ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡബിങ് ആർട്ടിസ്റ്റുകൾക്ക് ചാൻസസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനൊന്ന് ട്രൈ ചെയ്യാം. എനിക്ക് അറിയില്ല ആ സമയത്ത് ചെയ്ത പോലെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കല്ല. കുറേ വർഷം മുമ്പുള്ള ഒരു സിനിമയാണ്. നീ കൊടുത്ത സ്ഥാനാർത്ഥി ആപ്ലിക്കേഷൻ തിരികെ വാങ്ങി ഷാജിയും അവന്റെ കുടുംബത്തെയും അവരെ പാട്ടിനെ വിട്ടിട്ട് അവൻ്റെ ഒരു മകനുള്ള കാര്യം പോലും മറന്ന് നിന്നെപ്പോലുള്ള സൈക്കോളജി താമസം കുതിരവടുത്ത് പോയി സെറ്റിൽ ആക്കിയോ. കണ്ണിപ്പെട്ട പൊട്ടാസ് പോലെ പൊട്ടി തെറിക്കും നീ. തൊടേ 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 ഇതാണ് സാധനം. പിന്നെ സൂര്യയിൽ സെയിം ആർട്ടിസ്റ്റ് തന്നെ സൂര്യയിൽ ഹൃദയം ചെയ്യുന്നുണ്ട്. അപ്പം അതും ഞാനാ ചെയ്യുന്നത്. പിന്നെ കന്യാദാനം സൂര്യ ടി വിയിൽ പോകുന്നുണ്ട്. പിന്നെ രാമായണം പോകുന്നു. കുറച്ച് സീരിയൽസ് ഇങ്ങനെ പോകുന്നുണ്ട്. മാംഗല്യം എന്ന് പറഞ്ഞ സി കേരളം പോകുന്നുണ്ട്. ഏഷ്യാനെറ്റിലെ സാന്ത്വനം 2 ഇങ്ങനെ കുറച്ച് പോകുന്നുണ്ട്. ഹായ് എവരിവൺ, വെൽക്കം ടു ബോഹോ മീഡിയ. ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള അനീഷ് ദേവാണ്. വെൽക്കം ടു ബോഹോ മീഡിയ അനീഷ്. താങ്ക് യു. ഈ ഡബ്ബിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിലേക്ക് എങ്ങനെയാണ് വരുന്നത്? ശരിക്കും ഞാൻ അഭിനയിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അഭിനയ മോഹമായിട്ട് ഇറങ്ങിയതാണ്. ജോലി ഉണ്ടായിരുന്നു ബാംഗ്ലൂർ. അപ്പോൾ ആ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് വന്ന് അഭിനയിക്കാൻ വേണ്ടി ഇറങ്ങി. പക്ഷേ കുറേ കാലഞ്ഞു, പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാതെ വന്നപ്പോൾ ഒരു ആഡ് കാണുന്നു മനോരമയിൽ. ആഡ് ഇങ്ങനെയാണ്: നിങ്ങളുടെ ശബ്ദം നല്ലതാണോ എങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിക്കൂടാ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ചിന്തിച്ചത് ഡബ്ബിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ആക്ടിങ്ങിന് അത് സപ്പോർട്ടീവ് ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് ഓഡിഷന് പോകുന്നത്. അപ്പോൾ ഓഡിഷന് പോയപ്പോൾ 75 പേര് ഓഡിഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി. ഓഡിഷൻ അറ്റൻഡ് ചെയ്തു. കുറേ കടുകട്ടി വാക്കുകളൊക്കെ തന്നിട്ട് അത് വായിച്ച് കേൾപ്പിക്കണം. അപ്പോൾ എൻ്റെ റെൻഡറിങ് ഭയങ്കര ഫാസ്റ്റാണ്. ഞാൻ ഈ വാക്കുകളൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ടൊക്കെ വായിച്ചു. അപ്പോൾ അവിടെ ഇരുന്ന ആൾ പറഞ്ഞു, നിർത്തി വായിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ നിർത്തി അങ്ങനെ വായിച്ചു. ഇറങ്ങിയപ്പോൾ ജഗന്നാഥൻ സാർ ഉണ്ടല്ലോ, നമ്മൾ മരിച്ചുപോയ നാടക നടൻ, അദ്ദേഹം സീരിയലിലും സിനിമയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഭാരതി വിഷ്ണു എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിൻ്റെ മരുമകനാണ് ഇപ്പോൾ അത് റൺ ചെയ്യുന്നത്, ശിവമോഹൻ തമ്പി സാർ. അപ്പോൾ സാറിൻ്റെ ഈ ജഗന്നാഥൻ സാർ ആയിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ സാർ പറഞ്ഞു, അനീഷ് ഇന്ന് ഫോൺ ഓഫ് ചെയ്യരുത്, വൈകുന്നേരത്തിനുള്ളിൽ കോൾ വരും, സെലക്ഷൻ ഉണ്ടെങ്കിൽ. ഞാൻ ഓക്കെ പറഞ്ഞു. ഞാൻ പോയി. ഞാൻ തിരിച്ച് ജോലിക്ക് കയറി. വൈകുന്നേരം വരെ ഫോൺ ഓഫ് ചെയ്തില്ല. പക്ഷേ കോളൊന്നും വന്നില്ല. പിറ്റേ ദിവസം രാവിലെയും വന്നില്ല. ഒരു 11:30 ആയപ്പോഴേക്കും ഞാൻ വിചാരിച്ചു നടക്കില്ല, പരിപാടി കഴിഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് സമയം കൂടെ കഴിഞ്ഞപ്പോഴേക്കും കോൾ വന്നു, സെലക്ഷൻ ആയി എന്ന് പറഞ്ഞിട്ട്. ഏത് ബാച്ചാണ് ചൂസ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, എനിക്ക് ഈവനിങ് ബാച്ചേ പറ്റുള്ളൂ. കാരണം നാട്ടിൽ ജോലിയുണ്ട്, ഒരു അഡ്വർടൈസിങ് ഏജൻസിയിൽ ക്ലയൻറ്റ് സർവീസ് എക്സിക്യൂട്ടീവായിട്ട് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ഈവനിങ് ബാച്ച് മതി എന്ന് പറഞ്ഞു. ശരി, വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പോയി ജോയിൻ ചെയ്തു. ഒരു 3 മാസത്തെ കോഴ്സ്. ഈ കോഴ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ജോലി ഡബ്ബിങ്ങിന് തടസ്സമായിട്ട് തോന്നി. കാരണം നമ്മൾ ചാൻസ് ചോദിച്ച് പോകുമ്പോഴൊക്കെ ആ ഒരു ബുദ്ധിമുട്ട് വരും. ഡബ്ബിങ് പഠിക്കാൻ പോകാനാണെങ്കിൽ പോലും വൈകിട്ട് 5:30 ക്ലാസ് ടൈം. അപ്പോൾ ഇവിടെ ആണെങ്കിൽ എനിക്ക് 5 മണിയുടെ ടൈമുള്ളൂ, വർക്കിംഗ് ടൈമുള്ളൂ. പക്ഷേ ഒരു 5 മണി കഴിയുമ്പോഴേക്കും ഇദ്ദേഹം എന്തെങ്കിലും ഒരു പണി തരും. എവിടെയെങ്കിലും കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ഫയൽ ഏൽപ്പിക്കാനൊക്കെ തരും. അപ്പോൾ അതുകൊണ്ട് പോയിട്ട് തിരിച്ച് ക്ലാസ്സിൽ എത്തുമ്പോൾ ലേറ്റ് ആവും. ഞാൻ ഈ ജോലി അങ്ങ് വിട്ടു. ഫുൾ ടൈം ഡബ്ബിങ് പഠിക്കാൻ വേണ്ടി. വൈകുന്നേരം മാത്രമാണ് ക്ലാസ്സെങ്കിൽ പോലും മറ്റു സമയങ്ങളിൽ ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ അറിയാൻ വേണ്ടിയൊക്കെ സമയം ചെലവഴിച്ച് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത അന്ന് മുതൽ ഞാൻ ഫുൾ ടൈം ഒരു ഈ ഡബ്ബിങ് അന്വേഷിക്കുന്ന ഒരാളായിട്ട് മാറി. അന്വേഷിക്കുന്ന ഒരാൾ, അതായത് വർക്കുകൾ ഉണ്ടോ, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും, സ്റ്റുഡിയോകളിൽ ഇങ്ങനെ കയറി ഇറങ്ങുക, പരിചയപ്പെടുക, ചാൻസ് ചോദിക്കുക, അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു ഏകദേശം 1.5 വർഷത്തോളം. ഈ 1.5 വർഷം ഇങ്ങനെ അന്വേഷിച്ച് നടന്നതിൻ്റെ ഭാഗമായിട്ട് കുഞ്ഞു ക്യാരക്ടേഴ്സൊക്കെ ചെയ്തു തുടങ്ങി. കഥാപാത്രം എന്ന് പറയാൻ പറ്റില്ല, ഈ വഴിയെ പോകുന്ന ഒരു ഹായ് പറയുന്നു, അല്ലെങ്കിൽ ചേട്ടാ ഞാൻ പോയിട്ട് എന്നൊക്കെ പറയുന്നത്, അങ്ങനെ കുഞ്ഞു സാധനങ്ങൾ ചെയ്തു തുടങ്ങി. അവിടെ നിന്നിട്ടാണ് എനിക്ക് ചെന്നൈയിലേക്കൊരു കോള് വരുന്നു. ആദ്യത്തെ വർക്കല്ല, ഈ അമ്മയാണ് ഞാൻ ചെയ്യുന്ന ആദ്യത്തെ ക്യാരക്ടർ. അമ്മ എന്ന് പറഞ്ഞ സീരിയൽ. അതിനകത്തൊരു പയ്യൻ്റെ ക്യാരക്ടർ, ഒരു മകൻ്റെ ക്യാരക്ടറാണ്. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ചെന്നൈയിൽ നിന്നല്ല വിളിക്കുന്നത്. ശരിക്കും എൻ്റെ ഒരു സുഹൃത്തിന്, അദ്ദേഹം ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്, ബാബു പാല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എടാ എനിക്ക് ഇവിടെ ഒരു ക്യാരക്ടർ വരുന്നുണ്ട്, അപ്പോൾ അത് നമുക്കൊന്ന് വോയിസ് നോക്കാമെന്ന് പറഞ്ഞു. ശരി, ഓക്കെ പറഞ്ഞു. ഒരു ഡേറ്റ് പറഞ്ഞു. ആ ഡേറ്റിന് കയറണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല. കാരണം ജോലിയില്ല, വീട്ടിൽ നിന്ന് എന്തെങ്കിലും തന്നാലേ പറ്റുള്ളൂ. അന്ന് എൻ്റെ പ്രായം ഏകദേശം 25 വയസ്സോളം ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ വീട്ടിൽ ഇറങ്ങുമ്പോഴേക്കും വീട്ടിൽ നമ്മൾ വയ്ക്കും, എവിടെ പോകുന്നു, ചാൻസ് അന്വേഷിച്ച് പോവുകയാണ്, എന്തെങ്കിലും നടക്കുമോ, ഇതാണ് ചോദ്യം. അപ്പോൾ എന്തെങ്കിലും എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇത് കേട്ടിട്ടാണ് പോകുന്നത്. പ്രത്യേകിച്ച് ആ സമയത്ത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അങ്ങനെ ഇരിക്കവേ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ശരത് എന്ന് പറഞ്ഞിട്ട്. അവൻ ഇന്നില്ല, മരിച്ചുപോയി. അവൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ 500 രൂപ വായ്പ മേടിച്ച് വെച്ചിരിക്കുന്നത്. ഈ പറയുന്ന ആർട്ടിസ്റ്റ് ആക്സിഡന്റിൽ മരിച്ചുപോയി. ഞങ്ങൾ ശരിക്കും 2 വർഷത്തെ പരിചയമാണ് ഉണ്ടായത്. പക്ഷേ ഒരു ലൈഫ് ലോങ് ഫ്രണ്ട്ഷിപ്പ് അവനുമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു ഫ്രണ്ട് എങ്ങനെ ആയിരിക്കണം ഞാൻ മനസ്സിലാക്കിയത് അവനിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനെ അവനിൽ നിന്ന് ഈ കാശ് വായ്പ മേടിച്ച് വെച്ചു.
ഞാൻ പോകേണ്ട ഡേറ്റിന് ഈ തലേദിവസം ബാബുചേട്ടൻ വിളിച്ച് പറയാണ്, എടാ നാളെ വരണ്ട, ഇവിടെ കുറച്ച് ടൈറ്റ് ഷെഡ്യൂൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, അടുത്തൊരു ഡേറ്റ് പറയാം, അപ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല. അത് കഴിഞ്ഞ് വീണ്ടും ഒന്നൊന്നര ആഴ്ച കഴിഞ്ഞു, ഡേറ്റ് വന്നു, ഇന്ന ഡേറ്റിന് വരണമെന്ന് പറഞ്ഞു. പക്ഷെ അതും നടന്നില്ല. അവസാനം ഞാൻ പറഞ്ഞു വീണ്ടും ഡേറ്റ് മാറിയ സമയം ഞാൻ പറഞ്ഞു, ഇനി ഞാൻ വിളിക്കത്തില്ല, ഞാൻ നേരിട്ടങ്ങ് വരികയുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോകുന്നതിൻ്റെ തലേദിവസം വൈകുന്നേരം ഇവിടുന്ന് കയറണം, ചെന്നൈക്കാണ്, ലോക്കൽ ടിക്കറ്റ് എടുത്താണ് പോകേണ്ടത്. നേരെ തിരുവനന്തപുരത്ത് മരുതൻകുടിയിൽ ഒരു ഗണപതി ടെമ്പിളുണ്ട്, കുഞ്ഞൊരു അമ്പലമാണ്, ഞാൻ പഠിച്ച സ്കൂളിൻ്റെ താഴെയാണ്. അവിടെ പോയി ഞാനൊന്ന് കുറച്ച് നേരം ഒന്ന് കണ്ണടച്ച് ഒന്ന് പ്രാർത്ഥിച്ചു. എനിക്കിത് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. ഇത് കഴിഞ്ഞ് വൈകുന്നേരം ട്രെയിൻ കയറുന്നു, അവിടെ എത്തുന്നു. എനിക്കറിയില്ല എന്ത് മിറാക്കിളാണെന്നുള്ള. ചെന്നപ്പോൾ എനിക്ക് തന്ന ക്യാരക്ടർ, വോയിസ് ടെസ്റ്റ് ചെയ്യുന്ന ക്യാരക്ടർ ഗണപതിയുടെയാണ്. കൈലാസ്നാഥൻ സീരിയൽ, ഏഷ്യാനെറ്റിൽ, തൻവി മീഡിയ എന്നാണ് സ്റ്റുഡിയോയുടെ പേര്. അപ്പോൾ ആ സ്റ്റുഡിയോയിൽ പോയി ഈ ക്യാരക്ടർ നോക്കുന്നത് ക്യാരക്ടർ ഓക്കെ ആയി. അത് കഴിഞ്ഞപ്പം മഹാഭാരതത്തിൽ അഭിമന്യു എന്ന് പറഞ്ഞ ക്യാരക്ടർ, അതും ഓക്കെ പറഞ്ഞു. ഈ 2 ക്യാരക്ടറിലാണ് ഞാൻ ഒരു മുഴുനീള കഥാപാത്രം ചെയ്തു തുടങ്ങുന്നത്. അപ്പോൾ ഇവിടുന്ന് 500 രൂപ വായ്പ മേടിച്ച് പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഞാൻ തിരിച്ച് വരുമ്പോൾ എൻ്റെ കയ്യിലുള്ള ചെക്കിൻ്റെ എമൗണ്ട് 6000 രൂപയാണ്. പക്ഷേ ഈ എമൗണ്ട് ഇവിടെ വന്ന് കടങ്ങൾ തീർക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഈ പറയുന്ന തൻവി മീഡിയയിൽ എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു 3 വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട്. പിന്നെ പരസ്പരം എന്ന് പറഞ്ഞ സീരിയൽ, അങ്ങനെ കുറേ സീരിയലുകളാണ് ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത്. സ്റ്റാർട്ടിങ് അല്ല, ഇപ്പം ഈ ഡബിങ് വന്നതെന്ന് പറയുന്ന അഭിനയമോഹമായിട്ടാണല്ലോ, അത് പറഞ്ഞല്ലോ ആദ്യമേ. അപ്പം അതിന് വേണ്ടി ചാൻസ് ചോദിച്ച് അങ്ങനെയൊക്കെ പോയിട്ടുണ്ടോ? ചാൻസ് ചോദിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയുന്ന ആൾക്കാരോട്, ആ സമയത്ത് പരിചയപ്പെട്ട ആൾക്കാരോട് ഞാൻ ചോദിക്കുമായിരുന്നു. അപ്പോൾ അവരെല്ലാം പറയുന്ന ഒറ്റ മറുപടി എന്ന് പറയുന്നത് വരട്ടെ വിളിക്കാം. എല്ലാവരും കേൾക്കുന്ന മറുപടി തന്നെയാണ്, വരട്ടെ വിളിക്കാം. പക്ഷേ അത് അവരുടെ മിസ്റ്റേക്ക് അല്ല, നമുക്ക് പറ്റുന്ന വന്നിട്ടുണ്ടാവില്ല. എന്നാൽ ഈ തമ്പിസാറിന്റെ വർക്ക്, ശിവമോഹൻ തമ്പിസാറിന്റെ ഒരു വർക്ക് ഉണ്ടായിരുന്നു, സന്ധ്യാരാഗം എന്ന് പറഞ്ഞിട്ട് അമൃത ടിവിയിൽ. അപ്പോൾ ആ സമയം ഞാനിവിടെ പഠിക്കുകയാണ്. അപ്പോൾ സാറിൻ്റെ ആ വർക്കിൽ യദുചേട്ടനായിരുന്നു നായകൻ. യദുചേട്ടൻ്റെ കോളേജ് ലൈഫാണ്. ഇപ്പോൾ ഈ കോളേജിൽ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഒരു 4-5 പേര്. അത് ഒരാളായിട്ട് ഒരു ക്യാരക്ടർ ഒരു 10-12 എപ്പിസോഡ് ചെയ്യാൻ പറ്റി. അതാണ് ശരിക്കും ഒരു സീരിയലിലേക്ക് വരുന്ന ഒരു വരവെന്ന് പറയുന്നത്. അപ്പം ഈ ആ ഒരു സീരിയൽ അതിൽ അഭിനയിച്ചു, പിന്നെ എന്തെങ്കിലുമൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ? പിന്നെ ഞാൻ ചെയ്തത് ഒരു ഷോർട്ട് ഫിലിം ചെയ്തു, കൊതി എന്ന് പറഞ്ഞിട്ട്. അത് ഒരു മുസ്ലിം കഥാപാത്രമായിരുന്നു, ഒരു കോമിക് ലെവലിൽ പോകുന്ന സാധനമായിരുന്നു. പിന്നെ കഥ അറിയാതെ എന്ന് പറഞ്ഞ സീരിയൽ ഫ്ലവേഴ്സിൽ പോയിട്ടുണ്ടായിരുന്നു. ഈ ലോക്ക്ഡൌണിന് മുൻപ് വരെ പോയൊരു സീരിയലായിരുന്നു. അതിലൊരു നായകന്റെ അനിയനായിട്ട് അങ്ങനെ ചെയ്തു. കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട്. എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോൾ മോനെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇല്ല കാണാൻ വഴിയില്ല, ഞാൻ ഇവിടെ ട്രെയിൻ കയറാൻ, അല്ല മോൻ അഭിനയിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഒരു ഈ പാർക്കിങ്ങിലേക്ക് ഇരിക്കുന്ന ചേച്ചിയില്ലേ, അവർ ഇവിടെ സൗത്തിൽ, അങ്ങനെ വരുമ്പോൾ പറഞ്ഞാൽ അഭിനയിച്ചിട്ടുണ്ട്, ഇന്ന ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കാണാറുണ്ട്. പക്ഷെ അവർ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവില്ല. അന്ന് എനിക്ക് മുടി ഇല്ല, മുട്ടയടിച്ചിട്ട് തിരിച്ചാ മുടിയൊക്കെ വന്നൊരു ടൈമൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ ഈ മുടി വളർന്ന ആ ടൈമിൽ ആർക്കും തന്നെ അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ല. ഇപ്പോൾ ഒരു 2 ദിവസം മുൻപ് തമ്പിസാറിന്റെ തന്നെ മീര എന്ന് പറഞ്ഞ സീരിയൽ അമൃത ടിവിയിൽ പോകുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊരു ക്യാരക്ടർ ചെയ്തു. ഇനി വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, എനിക്കറിയില്ല എന്താ എങ്ങനെയാവുന്നുള്ളത്. അപ്പോൾ ഒരു 4ഓളം സീന് അത് ചെയ്തിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ അത് അമൃത ടിവിയിൽ വരാം. അഭിനയം അല്ലെങ്കിൽ ഡബിങ്, ഈ 2 ഓപ്ഷൻ ചൂസ് ചെയ്യാനായിട്ട് ദേവിന്റെ അടുത്ത് ഒരാൾ പറയാണ്, അപ്പൊ ഏതാണ് ചൂസ് ചെയ്യുക? ഇതിപ്പോൾ എല്ലാവരും പറയുന്നൊരു മറുപടി ഉണ്ട്, നിനക്ക് അച്ഛനെയാണോ അമ്മയാണോ ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് 2 ഒരുപോലെ തന്നെയാണ് ശരിക്കും. പക്ഷേ നമുക്ക് അഭിനയത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ഉള്ള പ്രശ്നം വെച്ചാൽ നമുക്ക് സോഴ്സ് ഓഫ് ഇൻകം പ്രശ്നമാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഡബിങ് എന്ന് പറയുന്നത് പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. അവർക്ക് കോള് വരുന്നത് ഒന്ന് വരാവോ, ഇപ്പൊ ഒന്ന് വരാവോ, അല്ലെങ്കിൽ ഒരു പെട്ടെന്ന്. അത് ഈ പറയുന്ന വിളിക്കുന്നവരുടെ മിസ്റ്റേക്ക് അല്ല. ഇന്ന് ഷൂട്ട് ചെയ്യുന്ന നാളെ ഔട്ട് പോകേണ്ട സാധനമാണ്. സീരിയൽസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ കൂടുതൽ ചെയ്യുന്ന സീരിയൽസ് ആണ് ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് അഡ്വാൻസ് ഇല്ല, വർക്കുകൾ പലതും അഡ്വാൻസ് ഇല്ല. ഇന്ന് ഷൂട്ട് ചെയ്യണു, നാളെ രാവിലെ എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നു, ഡബ് ചെയ്യുന്നു, വൈകുന്നേരം എയർ ചെയ്യുന്നു, ചാനലിൽ ടെലികാസ്റ്റ് നടക്കുകയാണ്. നമ്മൾ പോലും ഞെട്ടിപ്പോകും, നമ്മൾ ഇന്ന് ചെയ്ത സാധനം വൈകുന്നേരം ടെലികാസ്റ്റ് ആണ്. അപ്പോൾ ഇത്രയും ഫാസ്റ്റ് ആയിട്ടാണ് സമയം പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഷൂട്ടിന് പോകുമ്പോൾ ചിലപ്പോൾ ഇത് പെൻഡിങ് വരും, നമുക്ക് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ. അതുകൊണ്ട് ഞാൻ ഒരുപാടൊന്നും ഇപ്പോൾ ട്രൈ ചെയ്യുന്നില്ല. പക്ഷെ വരുന്നത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇതര ഭാഷാ സിനിമകൾ ഇപ്പം വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു ചൂടുമാറ്റം നടത്തിയിട്ടുണ്ട് ഇല്ലേ? ശരിക്കും ഞാൻ സ്ട്രേറ്റ് മൂവീസ് വളരെ കുറച്ച് ചെയ്തിട്ടുള്ളൂ. വളരെ കുറച്ച് ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ, അത് നേരത്തെ ഈ സീരിയലിന്റെ കാര്യം പറഞ്ഞ പോലെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ മാത്രമാണ് സ്ട്രേറ്റ് മൂവിയിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. അത് ഏത് സിനിമയിലാണ് അത് ചെയ്തേക്കുന്നത്? ശരിക്കും എനിക്ക് ഓർമ്മ പോലുമില്ല, തുറന്നു പറയുകയാണെങ്കിൽ. കാരണം അത്രയും ചെറിയ ക്യാരക്ടേഴ്സ്. ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ഒരു പക്ഷേ ഡബിങ് സിനിമകൾ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഡബിങ് സീരിയൽ. ഇപ്പം സീരിയൽ ഇപ്പം സ്ട്രേറ്റ് സീരിയൽ കുറച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡബിങ് സീരിയലും ഡബിങ് സിനിമയാണ് മെജോറിറ്റി കൊച്ചിയിലായതുകൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ എല്ലാവരും പറയും കൊച്ചിയിലെ സിനിമയുടെ ലോകമല്ലേ
സ്ട്രേറ്റ് മൂവീസ് ഒരുപാട് ചെയ്യാൻ പറ്റുമല്ലോ. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് സിനിമയ്ക്ക് ഡബിങ് ആർട്ടിസ്റ്റുകളെ വേണ്ടാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാം സിംഗ് സൗണ്ടിലേക്ക് പോകുന്നു, പിന്നെ ആർട്ടിസ്റ്റുകൾ ഡബ് ചെയ്യുന്നു, ഓൺ വോയിസുകൾ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡബിങ് ആർട്ടിസ്റ്റുകൾക്ക് ചാൻസസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂടുതലും ക്രൗഡ് വർക്കുകളാണ് ഇപ്പോൾ നടക്കുന്നത്. മെജോറിറ്റി നടക്കുന്നത് അങ്ങനെയാണ്. പിന്നെ ചില ആൾക്കാർ മാത്രം പിക്ക് ചെയ്തവർ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഡബിങ് സിനിമകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത്. ഇതര ഭാഷ സ്ട്രേറ്റ് മൂവീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ശരിക്കും പേരുകൾ പോലും പറയാൻ അങ്ങനെ ഓർമ്മയുണ്ടല്ലോ. അത്രയും ചെറിയ ക്യാരക്ടേഴ്സാണ് സ്ട്രേറ്റ് മൂവികൾ ചെയ്തിട്ടുള്ളത്. ഡബിങ് സിനിമകളെ കുറിച്ച് പറയുമ്പം മാരി 2 ചെയ്തു. അതിൽ ധനുഷിന്റെ വോയിസ് ഞാനാണ് ചെയ്തത്, അദ്ദേഹത്തിന്റെ വോയിസ് ഞാനാണ് ചെയ്തത്. പിന്നെ ധ്രുവിന്റെ മഹാനിലെ ധ്രുവിന്റെ വോയിസ് ചെയ്തു. പിന്നെ സേതുപതിയിലെ വിജയ് സേതുപതിയുടെ കൂടെയുള്ള ഒരു പോലീസുകാരനുണ്ട്, ത്രൂ ഔട്ട് ക്യാരക്ടറാണ്, അത് ചെയ്തു. പിന്നെ നായി സേഗർ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ഉണ്ടായിരുന്നു, ഒരു കോമിക്കാണത്. അതിൽ നായകന് ഞാനാണ് ഡബ് ചെയ്തത്. അത് നായയുടെയും മനുഷ്യൻ്റെയും കഥ പറയുന്നത്. അതായത് മെഡിസിൻ മാറിപ്പോയിട്ട് മനുഷ്യന് നായയുടെ സ്വഭാവവും നായ്ക്ക് മനുഷ്യന്റെ സ്വഭാവവും. അപ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ നായ കാണിക്കുന്ന പോലെയൊക്കെ ആ മാൻഡ്രസ് ഒക്കെ കാണിക്കണം, ആ സാധനമൊക്കെ കാണിക്കണം. അങ്ങനെ ഭയങ്കര രസമായിട്ട് ഞാൻ ചെയ്തൊരു വർക്കായിരുന്നു അത്. പക്ഷെ അത് തമിഴാണ്. കാണിക്കുമ്പോഴത്തേക്ക് അത് ഭയങ്കര ഡിഫിക്കൽട്ടി തോന്നിയിട്ടുണ്ടോ? കുറച്ച് ബ്രീത്തിങ് പ്രശ്നങ്ങൾ ചിലപ്പം ആ സമയത്ത് തോന്നാം, അത്രേ ഉള്ളൂ. വേറെ അങ്ങനെ ഡിഫിക്കൽട്ടായിട്ട് അങ്ങനെ ഒരു പ്രശ്നമായിട്ട് തോന്നില്ല. നമ്മൾ ഇങ്ങനെ എന്താ നിത്യാഭ്യാസം ആനയെ മരിക്കുന്നൊക്കെ കേട്ടില്ല എന്ന് പറഞ്ഞ പോലെ. ഈ പറയുന്ന പോലെ ഇപ്പം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു മൂവി ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ ലാംഗ്വേജ് ആണ് ഓക്കെ, കൺവീനിയൻ്റ് ആണ്. ഇതര ഭാഷ എന്ന് പറഞ്ഞാൽ പല ഭാഷ, സൗത്ത് ഇന്ത്യയിൽ തന്നെ പല ഭാഷ വരാം, ചിലപ്പോൾ ഹിന്ദിയിലെ ഡബ് വേർഷൻ വരാം. അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ഭാഷയുടെ കാര്യങ്ങൾ ഇപ്പം പറയുമ്പോഴത്തേക്ക് എത്രത്തോളം ഈസി ആണോ അതോ ടഫാണോ, എങ്ങനെയാണ് ഫീൽ? സ്ട്രേറ്റ് മൂവിയേക്കാളും ടഫാണ് ശരിക്കും ഈ മൊഴിമാറ്റ സിനിമകൾ ചെയ്യാനായിട്ട്. എന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ ലാംഗ്വേജ് തന്നെയാണ്. ഇപ്പോൾ തമിഴ് സിനിമ നമ്മൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യുമ്പോൾ അവരുടെ ഒരു വേ ഓഫ് എക്സ്പ്രഷൻ അല്ല നമ്മുടെ കുറച്ച് സൈലൻ്റ് ആയിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരാൾ മരിച്ചു കിടക്കുന്നു, നമ്മുടെ കരച്ചിൽ എന്ന് പറയുന്നത് സൈലൻ്റ് ഒരു കരച്ചിൽ ഇങ്ങനെ പോവായിരിക്കും, സിമ്പിളായിട്ട് ഇങ്ങനെ പോകും. പക്ഷെ അവരെന്ന് പറഞ്ഞാൽ ഒപ്പാരി എന്ന് പറയും, എല്ലാം പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ ആ ഒരു സ്റ്റൈൽ നമ്മൾ കൊണ്ടുവരണം. അങ്ങനെ ഒരു ആ ഒരു വ്യത്യാസമുണ്ട് ഈ തമിഴിന്റെ കാര്യത്തിൽ. ഇനി ഹിന്ദി നോക്കുകയാണെങ്കിൽ അവിടെയും ഈ പറഞ്ഞ വേരിയേഷൻസ് വരാറുണ്ട്. ഏറ്റവും മെയിനായിട്ട് ലിപ്സിങ്ക് ആണ്. നമ്മൾ വാക്കുകൾ ചിലപ്പോൾ ആഡ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ കട്ട് ചെയ്യേണ്ടി വരും. ഈ സ്ക്രിപ്റ്റ് വെച്ച് ചെയ്യുമ്പോൾ നമ്മളിൽ നിന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും ഈ മൊഴിമാറ്റ സിനിമകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സീരിയൽ ചെയ്യുമ്പോൾ. അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതിലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും അപ്രിസിയേഷൻ അങ്ങനെ കിട്ടിയിട്ടുണ്ട്? കാരണം ഈ ഇതര ഭാഷ ആർട്ടിസ്റ്റുകളുടെ ഭാഗത്തു നിന്നുള്ള ഒരു കാര്യങ്ങളും ആ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അങ്ങനെ എന്നെ സംബന്ധിച്ച് അങ്ങനെ വന്നില്ല. ഇപ്പം സിനിമകൾ ചെയ്യുന്നു, അതിന്റെ പേയ്മെന്റ് മേടിക്കുന്നു, ആ വഴിക്ക് പോകുന്നു എന്നുള്ളതല്ലാണ്ട് പിന്നെ ഈ സിനിമ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതല്ലാണ്ട് പിന്നെ കണ്ടിട്ട് നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോഴും ഈ മാരിയൊക്കെ കാണുമ്പോഴേക്കും എനിക്ക് വീഡിയോ എടുത്ത് അയച്ചു തരുന്നുണ്ട്, അതേ മാരി കാണുന്നു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ എടുത്ത് അയച്ചു തരുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. അല്ലാണ്ട് മറ്റങ്ങനെ അപ്രീസിയേഷൻ അങ്ങനെ വന്നിട്ടില്ല. ഒരുപാട് മാരിയൊക്കെ ചെയ്യുമ്പോൾ ഞാനും കണ്ടതാണ്, ഡബ് വേർഷൻ കണ്ടതാണ്. അപ്പോൾ അത് എത്രത്തോളം ഉണ്ടെന്ന് അറിയാം. കാരണം കാറ് വിളിക്കുക, ബഹളം ഒക്കെ ഉണ്ടായിരുന്നല്ലോ ധനുഷിന്റെ. അപ്പം ഒരാഗ്രഹം, മാരിയിലെ ആ ഡയലോഗ് എന്തെങ്കിലും പറയാമോ? ഞാൻ മാരിയിൽ ശരിക്കും ടൊവിനോട് പറയുന്നൊരു ഡയലോഗുണ്ട്. അതായത് അദ്ദേഹം ഈ സ്ഥാനാർത്ഥി ആപ്ലിക്കേഷൻ കൊടുക്കാൻ വരുമ്പോൾ ധനുഷ് ഒപ്പോണന്റ് ആണ്. അപ്പൊ ആ സമയത്ത് പറയുന്ന ഒരു ഡയലോഗ്, ഒരു മുഴുനീള ഡയലോഗാണ്. ശരിക്കും പല സിനിമകളുടെ ഡയലോഗ് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല, പക്ഷെ ഇതെനിക്ക് ഓർത്ത് വെക്കാൻ പറ്റും. കാരണം ഏറ്റവും കൂടുതൽ ടേക്ക് പോയ ഒരു ഡയലോഗാണ്. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 13ഓളം ടേക്ക് ഈ ഡയലോഗ് പോയിട്ടുണ്ട്. അതിന് കാരണം ലെങ്തി ഡയലോഗാണ്. ആ ലെങ്ത് ഡയലോഗിൽ എവിടെയെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വരികയാണെങ്കിൽ ചിലപ്പോൾ ലെങ്ത് സിങ്ക് ആവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ സിങ്ക് അപ്പുറം കഴിഞ്ഞു പോവും, അതല്ലെങ്കിൽ ഈ പറയുന്ന ക്ലാരിറ്റി പോവും, വാക്കുകൾ ഇടറും, അങ്ങനെയൊക്കെ വരുമ്പോൾ സംഭവിച്ച അങ്ങനെ 13ഓളം ടേക്ക് പോയ ഒരു സാധനമാണ്. അപ്പോൾ എനിക്ക് ഇപ്പോഴും ആ ഡയലോഗ് പലപ്പോഴും ഞാൻ റിമൈൻഡ് ചെയ്യാറുണ്ട് മൈൻഡിലേക്ക്. ഞാൻ ട്രൈ ചെയ്യാം. എനിക്ക് അറിയില്ല ആ സമയത്ത് ചെയ്ത പോലെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കല്ല. കുറേ വർഷം മുമ്പുള്ള ഒരു സിനിമയാണ്. നീ കൊടുത്ത സ്ഥാനാർത്ഥി ആപ്ലിക്കേഷൻ തിരികെ വാങ്ങി ഷാജിയും അവന്റെ കുടുംബത്തെയും അവരെ പാട്ടിനെ വിട്ടിട്ട് അവൻ്റെ ഒരു മകനുള്ള കാര്യം പോലും മറന്ന് നിന്നെ പോലുള്ള സൈക്കോളജി താമസം കുതിരവട്ടത്ത് പോയി സെറ്റിൽ ആക്കിയോ. കണ്ണിപ്പെട്ട പൊട്ടാസ് പോലെ പൊട്ടി തെറിക്കും നീ. തുടരാ ഇതാണ് സാധനം. ഇത് ശരിക്കും അതുപോലെ എനിക്കിപ്പോൾ പറയാൻ പറ്റിയിട്ടില്ല, കാരണം ക്ലാരിറ്റി കുറേ പ്രശ്നമുണ്ട്. അതിനും ഇതേ പ്രശ്നം എനിക്ക് ഈ പറഞ്ഞ സ്യൂട്ടിലും ഉണ്ടായിട്ടുണ്ട്. ഡബ് ചെയ്യുന്ന സമയത്ത് ഈ സിങ്ക് ക്ലാരിറ്റി കുറേ ടേക്ക് പോയിട്ടുണ്ട്. ആ ടേക്ക് പോയതുകൊണ്ടാണ് ഈ ഡയലോഗ് എനിക്ക് ഇത്രയെങ്കിലും ഓർത്ത് വയ്ക്കാൻ പറ്റുന്നത്.